السلام عليكم ورحمة الله وبركاته. إن الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. അല്ലാഹുവിൻ്റെ മഹത്തായ നിഅമത്ത് കൊണ്ട് 50 ആണ്ടിൻ്റെ സുവർണ ശോഭയിൽ തിളങ്ങുന്ന ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ അതിൻ്റെ വജ്രത്തിളക്കവുമായി യുവത്വത്തിൻ്റെ കരുത്ത് തെളിയിച്ച് കേരള സമൂഹത്തിൽ സാന്നിധ്യമറിയിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ എന്ന മഹത്തായ ഈ സംഘം കേരളത്തെ നയിച്ച കേരളത്തിൻ്റെ നവോത്ഥാന സംരംഭങ്ങളിൽ ഇടപെട്ട വല്ലുപ്പമാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായൊരു ഭയം അദ്ദേഹം പ്രാർത്ഥനകളിലൂടെ പ്രകടിപ്പിച്ചു. റബ്ബി ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറായി. അല്ലാഹുവേ, മഹത്തായ ഈ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ എനിക്കൊരു അനന്തരാവകാശി ഇല്ലാതെ പോകുമോ എന്ന ഭയം എനിക്കുണ്ട് എന്ന് അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ അനന്തരാവകാശിയായി എനിക്കൊരു സന്താനത്തെ തരണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് യഹ്യ എന്ന പ്രവാചകന് ജന്മം കൊടുത്ത മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹിച്ചതുപോലെ അഭിലഷിച്ചതുപോലെ തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും സുന്ദരമായ ആശയത്തെ ജനപദങ്ങളിലേക്ക് കൈമാറുവാൻ ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു യുവത തങ്ങളുടെ അനന്തരഗാമികളായി ഇവിടെ ഉണ്ടാകണമെന്ന ആഗ്രഹത്തിൻ്റെ ഫലമായി പറന്ന പ്രസ്ഥാനമാണ് ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ. അവിടെയും മനസ്സിലാക്കേണ്ടത് ഒരനന്തരാവകാശിയെ തേടുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു ദുആ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബിനോട് ഇലാഹിനോട് സുന്ദരമായ തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും വഴിത്താര ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുവാനും എത്തിച്ചു കൊടുക്കുവാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലനിൽക്കുവാനും എനിക്കൊരു സന്താനത്തെ തരുമ്പോൾ അത് സ്വാലിഹായ സന്താനമായിരിക്കണേ, നന്മയുടെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന ഒരു സന്താനത്തെ എനിക്ക് പ്രദാനം ചെയ്യണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇബ്രാഹിം നബിക്ക് കൊടുത്ത സന്താനത്തെക്കുറിച്ചും ആ സന്താനത്തിന്റെ വിശേഷണത്തെക്കുറിച്ചും പറഞ്ഞു, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഇബ്രാഹിമിന് ഞാൻ ഒരു സന്താനത്തെ കൊടുത്തു, ഒരു കുട്ടിയെ കൊടുത്തു. ആ കുട്ടിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ കുട്ടി ഹലീമായിരുന്നു, സഹനശീലനായിരുന്നു, സഹിച്ചുകൊണ്ട് ത്യാഗം ചെയ്യുന്നവനായിരുന്നു. അഥവാ ലോക സമൂഹത്തെ നയിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു അനന്തരാവകാശി ലോകത്തുണ്ടാകുമെങ്കിൽ സഹനമുള്ള ഹലീമായ സഹനശീലനായ ഒരു സന്താനമായിരിക്കണമെന്ന ബോധ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാചകത്തിലൂടെ നമുക്ക് കൈമാറുന്നുണ്ട്. ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ആ സഹനപാതയിലാണ് നാളിതുവരെ പ്രവർത്തിച്ചത്. സഹനത്തിൻ്റെ സുന്ദരമായ വഴിത്താരയാണ് ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ തെരഞ്ഞെടുത്തത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഒരിക്കലും യുവതയുടെ ചോരത്തിളപ്പിനെ ഹിംസാത്മകമായ മാർഗത്തിലേക്ക് ഈ പ്രസ്ഥാനം തിരിച്ചുവിട്ടിട്ടില്ല നാളിതുവരെ. 50 കൊല്ലക്കാലത്തെ ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീന്റെ ചരിത്രം പരിശോധിച്ചവർക്കറിയാം, പൂർണ്ണമായും അത് നിർമ്മാണാത്മകമായിരുന്നു. ക്രിയേറ്റിവിറ്റിയിലൂടെ ഈ സമൂഹത്തെ സമുദ്ധരിക്കുവാൻ, നല്ല ഒരു യുവതയെ കെട്ടിപ്പടുക്കുവാൻ, ലോകത്തെ നയിക്കുവാൻ, ഈ സമൂഹത്തെ സമുദ്ധരിക്കുവാൻ പാകപ്പെട്ട ഒരു യുവതയെ കെട്ടിപ്പടുക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനം പാലൂട്ടി വളർത്തിയ ഈ സംഘത്തിന് സാധിച്ചിട്ടുണ്ട് എന്നത് 50 ആണ്ടിന്റെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ട്
ഈ ചോരത്തിളപ്പിന്റെ സമയത്ത് അതിർവിട്ടു പോകാതെ ഭീകരതയിലേക്കോ തീവ്രവാദത്തിലേക്കോ ഉലുവിലേക്കോ അതിർവിട്ട ചിന്തയിലേക്കോ കൂപ്പുകുത്താതെ സമചിത്തതയോടെ ചിന്തിക്കുന്ന, കാര്യങ്ങളെ കൃത്യമായി നോക്കിക്കാണുന്ന ഒരു യുവതയെ കെട്ടിപ്പടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്ന ചോദ്യത്തിന്റെ ഒറ്റ ഉത്തരം ഈ പ്രസ്ഥാനം സലഫിയത്ത് ആദർശമായി സ്വീകരിച്ച പ്രസ്ഥാനമാണെന്നതാണ്. സ്വഹാബത്തിനെ നോക്കി ജീവിച്ച പ്രസ്ഥാനമാണെന്നതാണ്. ആ സ്വഹാബത്ത് ലോകത്ത് സമൂഹത്തെ സമുദ്ധരിക്കുകയായിരുന്നല്ലോ. ആ സ്വഹാബത്ത് ലോകത്തിന് വഴിത്താരകൾ വെട്ടിക്കൊടുക്കുകയായിരുന്നല്ലോ. ആ സ്വഹാബത്ത് അവരുടെ യുവത്വം ലോകത്തിന് സമർപ്പിക്കുകയായിരുന്നല്ലോ. എത്രയോ സ്വഹാബത്തിന്റെ ചരിത്രം ലോകത്ത് കാണാൻ കഴിയും. വിശുദ്ധമായ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ആ വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്നുവെങ്കിൽ, അതിന്റെ ഏടുകൾ മറിച്ചുകൊണ്ട് അതിന്റെ ആയാത്തുകളിലൂടെ നാം കണ്ണോടിക്കുന്നുവെങ്കിൽ, വെളിച്ചം പദ്ധതിയായി QHLS ആയി ഒക്കെ അത് പ്രഖ്യാപിക്കപ്പെട്ട് അതിന്റെ താളുകളും അതിന്റെ ആശയങ്ങളും അതിന്റെ അക്ഷരങ്ങളും ഞാനും നിങ്ങളും പരതുന്നുവെങ്കിൽ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച ഒരു യുവത്വത്തിന്റെ സമർപ്പണമായിരുന്നു അത് എന്നത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് എന്ന പ്രഗൽഭനായ സ്വഹാബി, ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിക്കുമ്പോൾ മക്കയിൽ നിന്ന് നബി മദീനയിലേക്ക് നടന്നു വരുമ്പോൾ, ഹിജ്റ വരുമ്പോൾ, മദീനയിൽ ഒരു ഗോത്രത്തിൽ 11 വയസ്സുള്ള ഒരു കുട്ടിയായി കഴിഞ്ഞ സെയ്ദ് ഇബ്നു സാബിത്ത്, ആ 11ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ ആയാത്തുകൾ പഠിച്ച് മനസ്സിലാക്കി വഹയിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഖുർആൻ ഹൃദ്യസ്ഥമാക്കി പ്രവാചകന്റെ മുന്നിലേക്ക് 11 വയസ്സ് കാലത്തോടി വന്നിട്ട് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അത്ഭുതപ്പെട്ടു എന്നാണ്. 11 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി വഹയിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളെ ഓതുന്നത് കേട്ടപ്പോൾ, ഹൃദ്യസ്ഥമാക്കി പറയുന്നത് കേട്ടപ്പോൾ വഹി അവതരിച്ച പ്രവാചകൻ പോലും അത്ഭുതപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, മോനെ, നീ യഹൂദികളുടെ ഭാഷ പഠിക്കണം, ഹിബ്രു പഠിക്കണം, അന്യഭാഷകൾ പഠിക്കണം എന്നാണ്. ആ കുട്ടി ഒരാഴ്ചക്കാലം കൊണ്ട് ഖിറാഅത്തൻ വ കിതാബത്തൻ, എഴുതാനും വായിക്കുവാനും സംസാരിക്കുവാനും പാകത്തിൽ ആ ഭാഷ കൈവരിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 12, 13, 14, 15, 16 വയസ്സ് കാലഘട്ടത്തിൽ ആ കുട്ടിയെ വിളിച്ചുകൊണ്ടൊരു ജോലി ഏൽപ്പിക്കുകയാണ്. എന്താണ് ആ ജോലി എന്നറിയുമോ? അള്ളാഹുവിന്റെ വഹി എഴുതി വെക്കുക, റബ്ബിന്റെ വഹി എഴുതി വെക്കുക, അള്ളാഹുവിന്റെ വചനം എഴുതി വെക്കുക. കാത്തിബുൽ വഹയുകളിൽ പ്രഗൽഭനായ സെയ്ദ് ഇബ്നു സാബിത്ത് മാറി എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിലായിരുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ കൗമാരത്തിൽ അദ്ദേഹം ഇതാ ക്രിയാത്മകമായി ഇടപെടുകയാണ്. ആ അവസ്ഥയിൽ മാത്രമല്ല, നാട് ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമ്പോ, പട്ടാളക്കാരനാകേണ്ടി വന്നപ്പോ ബദറിന്റെ രണഭൂമിയിലേക്ക്, ഉഹുദിന്റെ രണഭൂമിയിലേക്ക്, പ്രവാചകൻ കിടങ്ങുകീറിയ ഹന്തക്കിന്റെ രണഭൂമിയിലേക്ക് ആ കുട്ടി നടന്നു പോവുകയാണ്. അഥവാ രാജ്യത്തെ സംരക്ഷിക്കുവാൻ, നാടിനെ സംരക്ഷിക്കുവാൻ ഒരു പട്ടാളക്കാരനാകേണ്ടി വരുമ്പോൾ ആ സ്വഹാബി പട്ടാളക്കാരനായി മാറുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോ 21 വയസ്സ് അല്ലെങ്കിൽ 22 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന യുവാവ്, ചോരത്തിളപ്പിന്റെ പ്രായത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോ ആ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സെയ്ദ് ഇബ്നു സാബിത്ത് എന്ന യുവാവിനെ വിളിച്ചുകൊണ്ട് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. എന്താണെന്നറിയുമോ? വിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണം. വിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണം മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അത് അവലോകനം ചെയ്തുകൊണ്ട് പറഞ്ഞത്, അബൂബക്കർ എന്നെ വിളിച്ച് 2 മലകൾ കാട്ടിത്തന്നിട്ട്, ഓ സെയ്ദേ, ആ മല എവിടുന്ന് പറിച്ച് ഇപ്പുറത്തേക്ക് മാറ്റിവെക്കൂ എന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നതെങ്കിൽ ഈ ജംഉൽ ഖുർആനെക്കാളും എനിക്ക് എളുപ്പം അതാകുമായിരുന്നുവെന്ന് മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് എന്ന സ്വഹാബി പറഞ്ഞുവെങ്കിൽ, അത്രയും ഭാരമായ ഉത്തരവാദിത്തം തന്റെ യുവത്വത്തിൽ ഏറ്റെടുക്കുകയും അത് നിർമ്മാണാത്മകമായ നിലയിൽ നിർവഹിക്കുകയും ചെയ്തതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കലാം നമ്മൾ കയ്യിൽ പിടിക്കുന്നത്, അത് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഒരു യുവത്വം കൊണ്ട് ലോകത്ത് ആ യുവത്വം സമർപ്പിച്ച സമർപ്പണം കൊണ്ട് ലോകം ഉപകാരമെടുക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ സെയ്ദ് ഇബ്നു സാബിത്തിലേക്ക് നോക്കണം. ഇസ്ലാമിക ലോകത്ത് ഫറായിൽ, അനന്തരാവകാശ നിയമം ക്രോഡീകരിച്ച് ലോകത്തിന് സമ്മാനിച്ചത് മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് എന്ന യുവാവാണ്. വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയ ആ സെയ്ദ് ഇബ്നു സാബിത്തിനെ പോലെ ആയിരക്കണക്കിന് സ്വഹാബത്ത്, ക്രിയാത്മകമായി ഇടപെട്ടവർ, സമൂഹത്തിന് വേണ്ടി വർത്തിച്ചവർ, രാജ്യത്തെ സേവിച്ചവർ, സമൂഹത്തിന് സേവനം ചെയ്തവർ, ദീനിന് വേണ്ടി വർത്തിച്ചവർ, അള്ളാഹുവിന്റെ തൗഹീദ് ഉൾക്കൊണ്ട് പ്രസരിപ്പിച്ചവർ, പ്രവാചകന്റെ സുന്നത്തിന് വേണ്ടി നിലകൊണ്ടവർ, ആ നിലകൊണ്ട നന്മയുടെ വാഗ്ദാക്കളുടെ പാത സ്വീകരിച്ചുകൊണ്ടാണ് അന്നും ഇന്നും ISM മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ തീവ്രവാദത്തിന്റെ ഒരു പശ്ചാത്തലം, ഭീകരതയുടെ ഒരു പശ്ചാത്തലം ഈ പ്രസ്ഥാനത്തിന്റെ പിന്നാമ്പുറങ്ങൾ തേടിയാൽ കാണാൻ കഴിയില്ല. അങ്ങനെ ഒന്നായിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്നവരുണ്ടാകാം. ഈ സമൂഹത്തിൽ ക്രിയാത്മകമായി ഇടപെട്ട ആളുകൾ എന്ന നിലക്ക് ഈ സമൂഹത്തിന്റെ മുന്നണിയായി
ഈ സമൂഹത്തിന്റെ നവോത്ഥാന ചരിത്രം എഴുതുമ്പോൾ, ഈ രാജ്യത്തിന്റെ നവോത്ഥാന ഇടപെടലുകൾ എഴുതുമ്പോൾ, ഈ രാജ്യത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ഇടപെടലുകളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അവിടെയൊന്നും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു സംഘശക്തിയായി, ഒരു പ്രൗഢ സംഘമായി ഈ മഹാപ്രസ്ഥാനം മാറുമ്പോൾ സ്വാഭാവികമായും കാലം മറഞ്ഞു പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടായി. അതേ മണ്ണിനടിയിൽ പൂണ്ടുകിടന്ന പല ആളുകളും രംഗപ്രവേശം ചെയ്യുമ്പോൾ ഇതൊന്ന് ആണ്ടുപോയിരുന്നെങ്കിൽ, ഇതിന്റെ പ്രഭയൊന്ന് മങ്ങിപ്പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം. ഇല്ല, ഒരിക്കലും അത് തകരില്ല. കാരണം ആ സലഫിയത്തിന്റെ വഴിത്താരയിൽ നടന്നു നീങ്ങിയപ്പോൾ രാജ്യദ്രോഹികളായി ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ മാറിയില്ലെന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ സേവിക്കുന്നവരായി മാറി. അതുകൊണ്ടാണ് ഞാൻ ഈ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് നടന്നു വരുമ്പോ, നിങ്ങൾ ഓരോരുത്തരും ഈ കോഴിക്കോടിലേക്ക് നടന്നു വരുമ്പോൾ അതേ നമ്മൾ വായിക്കുകയാണ് തെരുവുകളിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് റോഡ് എന്ന് വായിക്കുമ്പോ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന ഒരു മഹാമനീഷിയുടെ പേരിൽ ഒരു റോഡ് സമർപ്പിക്കപ്പെടുമ്പോ അതേ പട്ടാളപ്പള്ളി എന്ന സുന്ദരമായ തലപ്പാവ് വെച്ചതുപോലെ സുന്ദരമായി നിൽക്കുന്ന ആ പള്ളിയുടെ മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോ ആ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് 47 വയസ്സിൽ മരിക്കുന്ന വേളയിൽ, 47ാമത്തെ വയസ്സിൽ അഥവാ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം മരിക്കുമ്പോ, അദ്ദേഹം മരിച്ച വാർത്ത അദ്ദേഹം ഒരു പ്രഭാഷണം തന്റെ നാടായ മുക്കത്ത്, ആ മുക്കം ജംഗ്ഷനിൽ വെച്ചുകൊണ്ട് നടത്തി മടങ്ങിപ്പോരുമ്പോൾ അന്ന് അദ്ദേഹം പിടഞ്ഞു വീട് മരിക്കുമ്പോൾ പിറ്റേ ദിവസം പുറത്തിറങ്ങിയ പത്രത്താളുകളിൽ അതിന്റെ ഫ്രണ്ട് പേജിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മരിച്ച വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ, ആ പ്രസിദ്ധീകരിക്കപ്പെട്ട വാർത്ത അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്ന് പറയുന്ന കേരളം കണ്ട മഹാകവികളിൽ ഒരാളായ അക്കിത്തം, അദ്ദേഹം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് കക്ഷത്തിൽ ആ പത്രവുമായി തന്റെ ക്ലാസ്സിലേക്ക് കടന്നു വന്ന അമുസ്ലിമായ മാഷിനെ ഓർത്തുകൊണ്ട് പിന്നീട് അക്കിത്തം പഠിച്ചു വളർന്നു വലുതായി അദ്ദേഹം കവിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പേരത്തുമ്പിലൂടെ ഒഴുകിയ ചില വരികളുണ്ട്. ആ വരികൾ കവിതയായി ഒഴുകുമ്പോൾ അദ്ദേഹം അതിനൊരു പേര് വെച്ചു, മരിക്കാത്ത മനുഷ്യൻ എന്നായിരുന്നു ആ കവിതയുടെ പേര്. ആ കവിതയിൽ അദ്ദേഹം കോറിയിട്ടു. എന്താണ് കോറിയിട്ടതെന്നറിയുമോ? 47ാമത്തെ വയസ്സിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന സലഫി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന മുജാഹിദ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന ഇസ്ലാഹി പ്രവർത്തകൻ ഈ ലോകത്ത് നിന്ന് പടഞ്ഞു വീണ് മരിക്കുന്നതിന് മുമ്പ് തന്റെ ആ യുവത്വം രാജ്യത്തിന് സമർപ്പിച്ച്, തന്റെ യുവത്വം നാടിന്റെ നന്മയ്ക്ക് സമർപ്പിച്ച്, തന്റെ യുവത്വം നാട്ടിലെ മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാന പുരോഗതിക്ക് വേണ്ടി സമർപ്പിച്ച് അവസാനം ആ മനുഷ്യൻ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ ആ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന അമുസ്ലിമായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി തന്റെ കവിതകളിലൂടെ എഴുതി വെച്ചത് മറ്റൊന്നുമായിരുന്നില്ല. അവസാനമായി അബ്ദുറഹ്മാൻ സാഹിബ് കോഴിക്കോട്ടെ മുക്കത്ത് ആ കവലയിൽ നിന്നുകൊണ്ട് നടത്തിയ പ്രസംഗമായിരുന്നു. ആ പ്രസംഗം കവിതയായി കോറിയിട്ടപ്പോൾ എന്തായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന മുജാഹിദ് അവസാനമായി പ്രസംഗിച്ചതെന്നറിയോ? ഓ ജനങ്ങളെ, നിങ്ങൾ അടിക്കൂ എന്നല്ല. ഓ ജനങ്ങളെ, നിങ്ങൾ ഹിന്ദുവിനെ കൊല്ലൂ എന്നല്ല. ഓ ജനങ്ങളെ, നിങ്ങൾ വർഗീയത വളർത്തൂ എന്നല്ല. ഓ ജനങ്ങളെ, നിങ്ങൾ സിറിയയിലേക്ക് പോകൂ എന്നല്ല. ഓ ജനങ്ങളെ, നിങ്ങൾ ഈ രാജ്യത്തിനെതിരെ നിലകൊള്ളൂ എന്നല്ല. നേരെ മറിച്ച് അന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നടത്തിയ പ്രസംഗം ഇന്നും പ്രസക്തമാണ്. എന്തായിരുന്നു അത്? ദൈവത്തിൻ വചനത്തിൽ ഖുർആനിൽ രമിക്കുവാൻ, ദൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവീൻ. ലോകത്തോട് മുജാഹിദിന് പറയാനുള്ളത്, ലോകത്തോട് സലഫിക്ക് പറയാനുള്ളത്, അന്നും ഇന്നും പറയാനുള്ളത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തന്റെ അവസാന വാചകമായി ഈ ലോകത്തിന് വേണ്ടി കൊടുത്തു. ദൈവത്തിൻ വചനത്തെ, ദൈവത്തിൻ വചനത്തിൽ ഖുർആനിൽ രമിക്കുവീൻ, ദൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവീൻ. അയലിൽ പാർക്കും ഹിന്ദുക്കളിലെ സുഹൃത്തിനെ എറിവിൻ, ശത്രുത്വം നിങ്ങൾക്ക് ദോഷമേ ചെയ്യൂ. നിന്റെ അയൽവാസിയായ ഹിന്ദുവിനെ നീ അറിയണം, ഹിന്ദുവിന്റെ അടുക്കൽ നീ പോകണം. ആ ഹിന്ദുവിനെ നീ അറിയണമെന്ന് മാത്രമല്ല, അയലിൽ പാർക്കും ഹിന്ദുക്കളിലെ സുഹൃത്തിനെ എറിവിൻ, ശത്രുത്വം നിങ്ങൾക്ക് ദോഷമേ ചെയ്യൂ എന്ന മഹത്തായ വിളംബരം ആ കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്ത് കേരളത്തിന്റെ മണ്ണിൽ മുക്കം കവലയിൽ നിന്നുകൊണ്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നടത്തിയെങ്കിൽ ആ വരികൾ വായിച്ച്, ആ വരികൾ ഉൾക്കൊണ്ട് അക്കിത്തം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മരിച്ചിട്ടില്ല, മരിക്കുകയില്ല ഒരിക്കലും. മലയാളി തൻ മനസ്സിലാ ധീരപ്രജ്ഞൻ എന്നാണെങ്കിൽ അതൊരു ഓരോ സലഫികളെ കുറിച്ചുമുള്ള വാചകമാണ്. ഓരോ സലഫികളെ കുറിച്ചും പറയേണ്ട വാചകമാണ്. ഓരോ ISMകാരനും മരിക്കുമ്പോൾ ലോകം വിളിച്ചു പറയുന്ന വാചകമാണ്, മരിച്ചിട്ടില്ല, മരിക്കയുമില്ലൊരിക്കലും.
മലയാളിതൻ, മനസ്സിലാ ധീരപ്രജ്ഞൻ, അതൊരു സലഫിയത്ത് സ്വീകരിച്ച മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോകുമ്പോ ലോകം വിളിച്ചു പറയുന്ന വാക്കാണെങ്കിൽ ആ വാക്ക് ഓരോ സലഫിയും പറയിപ്പിക്കണം, ഓരോ ISMകാരനും പറയിപ്പിക്കണം, ഓരോ ISMകാരനും തന്റെ ജീവിതം കൊണ്ടത് തെളിയിക്കണം. കേവല കവലപ്രസംഗങ്ങൾക്കപ്പുറത്ത്, കേവലം വിജ്ഞാപനങ്ങൾക്കപ്പുറത്ത്, കേവലം പ്രകടനങ്ങൾക്കപ്പുറത്ത് ഏത് കോടതിയുടെ വരാന്തയിൽ നിൽക്കേണ്ടി വന്നാലും, ഏത് ജയിലറയുടെ ഉള്ളിൽ പോയി നിൽക്കേണ്ടി വന്നാലും, ഈ ജീവിതം എന്തൊന്ന് എനിക്ക് സമ്മാനിച്ചാലും ആ ജീവിതത്തിന്റെ വഴിത്താരയിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയെ പോലെ, മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെ, അവിടെ നിന്നിങ്ങോട്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, മൊയ്ദ് മൗലവിയെ പോലെ ധീരരായി സമൂഹത്തെ സേവിക്കുക, രാജ്യത്തെ സേവിക്കുക, സമൂഹത്തിന്റെ നന്മക്ക്, സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി വർത്തിക്കുക. വരുന്ന ഒരുപാട് പദ്ധതികളിൽ നമ്മുടേതായ ഇടപെടലുകൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നേതാക്കൾക്ക്, നമ്മുടെ പണ്ഡിതന്മാർക്ക്, നമുക്ക് ഓരോരുത്തർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല കരുത്തും അതുപോലെ തന്നെ ഈമാനികമായ അഭിനിവേശവും കാര്യങ്ങളെ കൃത്യമായി അവഗാഹം ചെയ്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാനുള്ള ശേഷിയും കഴിവും അള്ളാഹുവിന്റെ സഹായവും നമുക്കെല്ലാവർക്കും റബ്ബ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.